നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ജീവന്റെ അപ്പം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 48 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവരെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവായ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ശേഷം ഒരു മലയിലേക്ക് പോയി. ശിഷ്യന്മാർ കപർന്നൗമിലേക്ക് പോന്നു. ഈ അപ്പം തിന്ന ആളുകൾ അവര് പിറ്റേ ദിവസം യേശുവിനെ അന്വേഷിച്ച് കപർന്നൗമിൽ വന്നു. അവർ യേശുവിനെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, അങ്ങ് എങ്ങനെയാണ് മലയിൽ നിന്ന് കപർന്നൗമിൽ വന്നത്? വേറെ പടകം അവിടെ ഇല്ലായിരുന്നല്ലോ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായി അപ്പം തന്നത് കൊണ്ടാണ് എന്നെ അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും അപ്പം തിന്നാൻ വന്നുവെന്നല്ല. അതായത് മനുഷ്യന്റെ ഭക്ഷ്യ പ്രശ്നത്തിന്, യഹൂദന്മാരുടെ ഭക്ഷ്യ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിവുള്ള ഒരു നല്ല ഭരണാധികാരി ആണ് യേശു എന്നവർ കരുതി. യേശുവിനെ അവർ രാജാവാക്കാൻ ഭാവിച്ചു. പിന്നെയും അവരുടെ ഭാവം ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് അവർ യേശുവിനെ അന്വേഷിച്ചു വന്നത്. അപ്പം യേശു അവരോട് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു ഭരണത്തിനായിട്ടല്ല, നശിച്ചു പോകുന്ന ഇഹലോക ജീവിത സുരക്ഷിതത്വത്തിനായിട്ടല്ല, നിത്യജീവനായിട്ട് വേണം നിങ്ങൾ അന്വേഷിക്കാൻ. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം മരുഭൂമിയിൽ മന്ന നൽകി, അത് കഴിച്ച് അവർ മരിച്ചുപോയി. അതുപോലെയല്ല, പിതാവ് എന്നെ സാക്ഷാൽ ഭക്ഷണമായിട്ട് ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഞാൻ ജീവന്റെ അപ്പമാണ്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും വേണം. ഇത് കേട്ട അവർക്ക് ആകെ പരിഭ്രമവും വെറുപ്പും നിരാശയും ഉണ്ടായി. മനുഷ്യമാംസം തിന്നാൻ സാധിക്കുമോ? മനുഷ്യരക്തം കുടിക്കാൻ സാധിക്കുമോ? അവർ തമ്മിൽ രഹസ്യമായിട്ട് പറഞ്ഞു, ഇവൻ യോസേപ്പിൻ്റെ മകനല്ലേ, അല്ലെങ്കിൽ മറിയയുടെ മകനല്ലേ, ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊക്കെ അവർ മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത്, ഇതെങ്ങനെ സാധിക്കും? മനുഷ്യമാംസം തിന്നാൻ കഴിയുമോ? മനുഷ്യരക്തം കുടിക്കുന്നത് ശരിയാണോ എന്നാണ് അവർ തമ്മിൽ പറഞ്ഞത്. യേശു പറഞ്ഞു, മനുഷ്യന്റെ നിത്യജീവന് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ മരിക്കും. എൻ്റെ ശരീരത്തിൽ അടിയേൽക്കാൻ ഇടയാകും, എൻ്റെ രക്തം ചിന്താൻ ഇടയാകും. അതാണ് ഞാൻ ജീവന്റെ അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്. കഴിച്ചാൽ പിന്നെ ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യാത്ത അനുഭവം ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത്. യേശു ഇതിനു മുമ്പ് പല അവകാശവാദങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ലോകത്തിന് ആത്മീയ വെളിച്ചം ഉണ്ടാകാൻ വന്ന ആളാണെന്നാണ്. ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്, പുനരുത്ഥാനമാണ് യേശു പറഞ്ഞു. അപ്പോൾ ഞാൻ വാതിലാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, ഞാൻ നല്ല ഇടയനാണ്. ഇതെല്ലാം ഉപമാനങ്ങളാണ്. അതിലെല്ലാം ഓരോ ആത്മീയ സത്യങ്ങളാണുള്ളത്. അതൊന്നും അക്ഷരത്തിലല്ല. യേശു ഇടയനായി ആടിനെ തീറ്റി നടക്കുകയായിരുന്നില്ലല്ലോ.
യേശു വാതിലെന്ന് പറഞ്ഞത് ഒരു ഉപമാനമാണ്, അതിലൂടെ കടക്കണം. മുന്തിരിവള്ളി എന്ന് പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിക്കണം. ഞാൻ വഴി എന്ന് പറഞ്ഞത് നിങ്ങൾ എന്നിലൂടെ നടക്കണം. അപ്പോൾ യേശു പറഞ്ഞതെല്ലാം, അവകാശവാദങ്ങളായി പറഞ്ഞതെല്ലാം തന്നെ ഉപമാനങ്ങളായിരുന്നു. അതിലുള്ള ആത്മീയ സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഞാൻ ജീവന്റെ അപ്പമാണെന്ന് യേശു പറഞ്ഞത് കേട്ട ആളുകൾ യേശുവിൻ്റെ മാംസം തിന്നണം, ചോര കുടിക്കണം എന്നാണ് അവർ ധരിച്ചത്. യേശു അതിലൊരു ആത്മീക സത്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് ഗ്രഹിക്കാനായിട്ട് സാധിച്ചില്ല. യേശു പിന്നെയും പറഞ്ഞു, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഉള്ളിലാക്കണം, എന്നെ ഹൃദയത്തിലാക്കണം. യേശു മുൻപ് പറഞ്ഞല്ലോ, മനുഷ്യന്റെ വായിൽ കൂടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഒന്നുമല്ല അവനെ അശുദ്ധനാക്കുന്നത്, അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അസൂയ, അത്യാഗ്രഹം, ചതി, വിഷ്കാമം, വിടക്കേണ്, അഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നുപക്ഷം, ഭിന്നത, വെറുക്കുത്ത്, മദ്യപാനം. ഇതെല്ലാം ഉള്ളിൽ നിന്ന് വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് നിങ്ങൾ എന്നെ ഉൾക്കൊള്ളണം, നിങ്ങൾ എന്നെ ഹൃദയത്തിലാക്കണം. അതായത് എൻ്റെ മരണത്തെ, എൻ്റെ ശരീരത്തിൽ നിന്നുള്ള രക്തം ഒരു ദിവസം വാർന്നു പോകാൻ ഇടയാകും, എൻ്റെ ശരീരത്തിൽ അടിയേൽക്കാൻ ഇടയാക്കും. അതെല്ലാം നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പീഡ, നിങ്ങളുടെ നരകം, നിങ്ങളുടെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കുന്നതാണ്. അതിനാലാണ് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് എന്നാണ് യേശു ഉദ്ദേശിച്ചത്. പക്ഷെ അവർ നേരെ തിരിച്ച് മനുഷ്യ മാംസം തിന്നണം, മനുഷ്യൻ്റെ ചോര കുടിക്കണം എന്നാണ് അവർ മനസ്സിലാക്കിയത്. നിർഭാഗ്യവശാൽ ക്രൈസ്തവ ഗോളത്തിലെയും ഒരു കൂട്ടം ആളുകൾ ഈ വാക്യത്തിൻ്റെ അക്ഷരം എടുക്കുകയാണ്. യേശു വാതിലാണെന്നും ഇടയനാണെന്നും വഴിയാണ്, ജീവനാണ്, മുന്തിരിവള്ളിയാണ്, അതുപോലെ പുനരുത്ഥാനമാണ്, ഇതൊന്നും പറഞ്ഞത് അവർക്ക് വിഷയമല്ല. യേശു ഞാൻ ജീവന്റെ അപ്പമാണ്, എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അക്ഷരം എടുത്തുകൊണ്ട് അവർ പഠിപ്പിക്കുന്നത്, അതായത് യേശു തിരുവത്താഴം സ്ഥാപിച്ചല്ലോ, യേശുവിനെ കാണിച്ച് കൊടുത്ത ആ രാത്രി. അപ്പോൾ ആ തിരുവത്താഴത്തെയും ഈ വാക്യത്തെയും കൂടെ സമന്വയിപ്പിച്ച്, അതായത് സഭയുടെ നേതാവ് അപ്പം എടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അത് മാംസമായിട്ട്, യേശുവിൻ്റെ മാംസമായിട്ട് മാറുമെന്നും, വീഞ്ഞെടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ വീഞ്ഞ് യേശുവിൻ്റെ ചോരയായി മാറുമെന്നും, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ മാംസവും മനുഷ്യമാംസവും മനുഷ്യച്ചോരയും കുടിക്കുകയാണ് എന്നാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞല്ലോ, എൻ്റെ മാംസം തിന്നുന്നവൻ വിശക്കുകയില്ല എന്ന് യേശു പറഞ്ഞില്ലേ? യേശു ശമരിയാസ്ത്രീയോട് പറഞ്ഞില്ലേ, ഞാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നവന് പിന്നെ ദാഹിക്കയില്ലെന്ന്? അത് അലങ്കാര പ്രയോഗമല്ലേ? അതേ അലങ്കാര പ്രയോഗമാണ് യേശു ഇവിടെ പറയുന്നത്. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാണ്, എൻ്റെ മാംസം തിന്നുന്നവൻ ഒരു നാളും വിശക്കയില്ല. ഞാൻ ചോദിക്കട്ടെ, മത നേതാക്കന്മാർ പ്രാർത്ഥിച്ച് അപ്പം അത് യേശുവിൻ്റെ മാംസമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ വീഞ്ഞ് യേശുവിൻ്റെ ചോരയായിട്ട് മാറിയിരിക്കുന്നു, നിങ്ങളത് കഴിക്കുക കുടിക്കുക എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് കഴിക്കുന്ന ആളുകൾക്ക് പിന്നെ വിശക്കാതിരിക്കുന്നുണ്ടോ? യേശു പറഞ്ഞില്ലേ, എൻ്റെ മാംസം തിന്നുന്നവന് വിശക്കയില്ല. ഏതായാലും അക്ഷരാർത്ഥത്തിലാണ് ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെ അല്ലെങ്കിൽ തിരുവത്താഴത്തിൻ്റെ ഒക്കെ കാര്യം എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിശക്കാൻ പാടില്ലല്ലോ. അപ്പോൾ യേശു അതിനകത്തൊരു ആത്മീയ അർത്ഥമാണ് ഉദ്ദേശിച്ചത്. അതും തിരുവത്താഴവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ആചരിക്കേണ്ട ഒരു കർമ്മമാണ്. അതും യേശുവിൻ്റെ അവകാശവാദവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവകാശവാദം എന്ന് പറയുന്നത് ഇടയനാണ്, വാതിലാണ്, വഴിയാണ്, ജീവനാണ്, വെളിച്ചമാണ് എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണ് ഞാൻ ജീവന്റെ അപ്പമാണെന്നുള്ളത്. അതിലെ ആത്മീക അർത്ഥമാണ് നാം എടുക്കേണ്ടത്. അതായത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യന്റെ നരകശിക്ഷ യേശു അനുഭവിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത്. അതാണ് കാൽവറിയിൽ സംഭവിച്ചത്. അത് നമ്മൾ അംഗീകരിക്കണം. നിങ്ങൾ അത് ഹൃദയത്തിലാക്കണം, അല്ലാതെ നിങ്ങളത് വായിലാക്കണമെന്നല്ല. നിങ്ങളത് ഹൃദയത്തിലാക്കണം. യേശു പറഞ്ഞല്ലോ, മനുഷ്യന്റെ വായിൽ കൂടെ ചെല്ലുന്ന ഒന്നുമല്ല അവനെ അശുദ്ധനാക്കുന്നത്, ഹൃദയത്തിൽ നിന്നാണ്. അതുപോലെ ഈ കാര്യം നിങ്ങൾ ഹൃദയത്തിലാക്കണം, ഉള്ളിലാക്കണം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാക്കണം.
ഇതാണ്. തിരുവത്താഴമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ ശ്രോതാക്കൾ ഇത് മനസ്സിലാക്കാതെ അവര് യേശുവിനെ വിട്ടുപോകാനിടയായി. എന്നാൽ മനുഷ്യമാംസം തിന്നാം, മനുഷ്യന്റെ ചോര കുടിക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ക്രൈസ്തവ കോളത്തിൽ ഉണ്ടാകാൻ ഇടയായി. അവർ പറയുന്നത്, അതായത് തിരുവത്താഴം, അത് ഒരു അപ്പം, ഗോതമ്പപ്പം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശുവിന് മാംസമാകും, വീഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ ചോരയാകും. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ മാംസം കഴിക്കുകയും യേശുവിൻ്റെ ചോര കുടിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് പറയുന്നത്. ദൗർഭാഗ്യവശാൽ അതല്ല ശരിയായ ഉപദേശം എന്നുള്ളത് ഗ്രഹിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.